കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 28ാമത് റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ ബോധവൽക്കരണം നടത്തി. 28ാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി ജനുവരി 9 മുതൽ 15 വരെ നമ്മുടെ രാജ്യം റോഡ് സുരക്ഷാ വാരം ആചരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞ തിങ്കളാഴ്ച 9-ാം തീയതി മലപ്പുറത്ത് നടക്കേണ്ടായി. ഇന്നലെ നിലമ്പൂർ വെച്ചും അതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമായിക്കൊണ്ട് റോഡിൽ വെച്ച് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തുകയാണ്. മോട്ടോർ വാഹന വകുപ്പ്, മാനവേദൻ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ട്രോമ കെയർ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണം നടത്തിയത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ വരുന്ന യാത്രക്കാരെ വാഹനം നിർത്തിച്ച് ആവശ്യമായ ബോധവൽക്കരണം നൽകി. ഇത് സംബന്ധിച്ചുള്ള ലഘുലേഖകളും വിതരണം ചെയ്തു. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ ആവശ്യകത യാത്രക്കാർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി. സുരക്ഷാ ക്രമീകരണത്തോടെ വരുന്ന യാത്രക്കാർക്ക് മധുരം നൽകിയാണ് വിട്ടത്. മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വി ഉമ്മർ, പി പ്രകാശ്, കെ അനൂപ്, SPC ഓഫീസർ ശ്രീകുമാർ, ട്രോമ കെയർ പ്രവർത്തകൻ യൂനുസ് രാമങ്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻകാലങ്ങളിലെ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഫലമായി നിലമ്പൂർ താലൂക്കിൽ 2015 അപേക്ഷിച്ച് 2016 അപകടവും അപകട മരണങ്ങളും കുറവാണെന്ന് അധികൃതർ പറഞ്ഞു. 2015 നിലമ്പൂർ താലൂക്കിൽ 49 പേർ അപകടത്തിൽ മരിച്ചപ്പോൾ 2016 ഇത് 43 കുറഞ്ഞു. വാഹനാപകടം 274 നിന്ന് 234 കുറഞ്ഞു. വ്യാഴാഴ്ച വണ്ടൂർ മേഖലയിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. മലയാള ന്യൂസ്, നിലമ്പൂർ.